മെയ് 25 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടുന്നത്. ദിവസത്തിന്റെ തുടക്കത്തിൽ തൊഴിൽപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം. എന്നാൽ മധ്യത്തിൽ ശേഷം കാര്യങ്ങൾ അനുകൂലമായി മാറുകയും മനസന്തോഷവും ധനലാഭവും കൈവരുകയും ചെയ്യും. ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ ഇടയുള്ളതിനാൽ പായ്ച്ചെലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അലട്ടിയേക്കാം. കുടുംബാംഗങ്ങളുമായോ ബന്ധുക്കളുമായിട്ടോ അനാവശ്യ തർക്കങ്ങളോ അകൽച്ചയോ ഉണ്ടാക്കാതെ സൂക്ഷിക്കണം. സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ അപവാദങ്ങൾ വരാതെ നോക്കുക. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർത്തം ആദ്യ മുക്കാൽ ഭാഗം. ഇന്ന് വലിയ രീതിയിൽ മാറ്റങ്ങൾ പ്രകടമാകുന്ന ദിവസമായിരിക്കും. ദിവസത്തിന്റെ തുടക്കത്തിൽ നല്ല മനസമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചെറിയ തോതിൽ മാനസിക സമ്മർദ്ദങ്ങളോ സ്വസ്ഥത കുറവോ ഉണ്ടാകാൻ ഇടയുണ്ട്. ക്ഷമ കൈവിടരുത്. കർക്കിടക രാശി. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ സ്ത്രീകളുമായുള്ള തർക്കങ്ങൾ മൂലമോ സാമ്പത്തിക ഇടപെടലുകൾ മൂലമോ ചെറിയ ബുദ്ധിമുട്ടുകൾക്കോ ധനനഷ്ടത്തിനോ സാധ്യത കാണുന്നു. എന്നാൽ മധ്യാഹ്നത്തിൽ ശേഷം സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരികെ വരും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ വിചാരിച്ചത്ര പുരോഗതി പെട്ടെന്ന് ദൃശ്യമാകാത്തതിനാൽ ചെറിയ മനസ്സംതൃപ്തിക്ക് സാഹചര്യമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വാത, ഉദര, കഫ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണത്തിൽ കൂടുതൽ കരുതൽ വേണം. കന്നി രാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഇന്ന് അനുഭവപ്പെടുക. ദിവസത്തിന്റെ പകുതി വരെ സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, തടസ്സങ്ങൾ, ശത്രു ഭയം എന്നിവയുണ്ടായേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മനസ്സിന് സന്തോഷവും ആശ്വാസവും നൽകുന്ന നല്ല അനുഭവങ്ങൾ നേരിടേക്കും. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ദിവസത്തിന്റെ തുടക്കം വരെ മികച്ചതായിരിക്കും. നല്ല ഭക്ഷണം, സുഖവും സമൂഹത്തിൽ അർഹമായ മാന്യതയും അംഗീകാരവും ലഭിച്ചേക്കും. എന്നാൽ മധ്യാഹ്നത്തിൽ ശേഷം സമയത്തിന് ആഹാരം കഴിക്കാൻ സാധിക്കാതെ വരികയോ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അപ്രതീക്ഷിത അപമാനങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിയം, തൃക്കേട്ട. വിവാഹം പോലുള്ള മംഗളകരമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനോ അവസരം ലഭിക്കുന്ന ശുഭദിനമാണിത്. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാകും. മനസന്തോഷത്തോടൊപ്പം ധനനേട്ടവും തൊഴിൽ വിജയവും ഇന്ന് പ്രതീക്ഷിക്കാം. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. രാവിലെ സമയങ്ങളിൽ ചെറിയ ശാരീരിക ക്ഷീണമോ സുഖക്കുറവോ അനുഭവപ്പെടാൻ ഇടയുണ്ട്. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം രോഗാവസ്ഥകൾക്ക് വലിയ ശമനം ലഭിക്കും. രോഗശാന്തിയോടൊപ്പം മനസ്സിൽ പുതിയ ഉണർവും സന്തോഷവും നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കും. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളോ ആരോഗ്യക്കുറവോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ചെറിയ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങളോ അപമാനങ്ങളോ നേരിടേണ്ടി വന്നേക്കാം എന്നതിനാൽ ഓരോ നീക്കത്തിലും ജാഗ്രത പുലർത്തുക. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ നല്ല മനഃശാന്തിയും തൊഴിൽപരമായുള്ള വിജയങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം കണ്ണ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനോ യാത്രകളിൽ അനാവശ്യ തടസ്സങ്ങൾ, ക്ലേശങ്ങൾ അനുഭവപ്പെടാനോ സാധ്യത കാണുന്നുണ്ട്. മീനം രാശി. പൊരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്ന ശുഭദിനം ാണ് ഇത്. തൊഴിൽ രംഗത്ത് മികച്ച വിജയം, സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതി എന്നിവ കൈവരിക്കാൻ സാധ്യത. ശാരീരികമായിട്ടുള്ള ആരോഗ്യ വർധനവും കുടുംബ സൗഖ്യവും ഈ രാശിക്ക് ഇന്ന് ലഭിക്കും. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും വിളിക്കാം ജയറാണി EV 97 46 81 22 12.